പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ഇരുമുടിക്കെട്ടേന്തി ശരണഘോഷയാത്രയായി വന്ന ഭക്തർക്ക് പുല്ലുകുളങ്ങര ജുമാ മസ്ജിദ് സ്വീകരണം നൽകിയത് മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായി. മതസൗഹാർദ്ദത്തിനും സാമൂഹിക സാഹോദര്യത്തിനും മാതൃകയാകുന്ന അപൂർവ ചടങ്ങിന് പുല്ലുകുളങ്ങര ഗ്രാമം സാക്ഷ്യം വഹിച്ചു. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ഇരുമുടിക്കെട്ടേന്തി ശരണഘോഷയാത്രയായി വന്ന 100 ഭക്തർക്ക് പുല്ലുകുളങ്ങര ജുമാ മസ്ജിദ് സ്വീകരണം നൽകി. ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടാണ് നമ്മുടെ ഇവിടെ ഓരോ പ്രവർത്തനവും നടക്കുന്നത്. കാരണം കഴിഞ്ഞ തിരുവോണനാളിലാണ് നബിദിനം വന്നത്. അന്ന് ഓണത്തിൻ്റെ തിരക്കായിട്ട് പോലും നമ്മുടെ സഹോദരന്മാർ നമ്മുടെ നബിദിന റാലിക്ക്, കുട്ടികളുടെ മദ്രസ റാലിക്ക് പല ഭാഗത്തും നമുക്ക് സ്വീകരണം, കുട്ടികൾക്ക് ഇതുപോലെ തന്നെ ലഘുഭക്ഷണങ്ങളും മറ്റ് പാനീയങ്ങളൊക്കെ നൽകി ആദരിക്കുകയുണ്ടായി. തിരിച്ചും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വരും തലമുറയ്ക്ക് ഇതൊരു മാതൃകയായിരിക്കണം. ഒരിക്കലും ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേരിൽ പരസ്പരം കലഹിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടാകരുത്. കാരണം എന്താണെന്നറിയോ, ഞാൻ എപ്പോഴും അഭിമാനത്തോട് പറയുന്ന ഒരു സംഭവമാണ്, നമ്മുടെ ഈ നാട് വളരെ എല്ലാവർക്കും മാതൃകയായിക്കൊണ്ടൊരു നാടാണ് ഈ നാട്. അതുകൊണ്ട് നമ്മുടെ തലമുറ, നമ്മുടെ മക്കൾ വളർന്നു വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ ഇത് കണ്ടു പഠിച്ചിട്ടെന്നറിയാം, ആർക്കൊരു ആപത്ത് വന്നാലും എല്ലാവരും കൂടി പൊക്കിയെടുത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടൊരു കേസ് വന്നാലും എല്ലാത്തിനും ഒരു ദുഃഖം വന്നാലും ഒരു സന്തോഷം വന്നാലും എല്ലാം ഒരുമിച്ച് പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കണം. അത് ഞങ്ങൾ പുല്ലുകുളങ്ങര ജുമാ മസ്ജിദ് സെക്രട്ടറിയായിട്ട് 2 വർഷമായി ഞാനിവിടെ വന്നിട്ട് ഞങ്ങൾ നല്ലൊരു കമ്മിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. സാറിനറിയാം, സാറും ഞങ്ങൾ എപ്പോഴും എൻ്റെ കാര്യങ്ങളോട് കോൺടാക്ട് ചെയ്യുന്നതാണ്. റമദാനിലാണെങ്കിൽ ഞങ്ങൾ ഇഫ്താർ സംഗമങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ നല്ല രീതിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവരുടെ സപ്പോർട്ട്, അവിടെ ജാതിമത ഭേദമന്യേ എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ട്. അതിനി തുടർന്നും ഉണ്ടാകണമെന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം മതവിഭാഗവും ഹിന്ദു വിഭാഗവും വളരെ ഏകോദര സഹോദരങ്ങളെ പോലെയാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. പുല്ലുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ഭരണസംഘം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അഭിമാനത്തോടെ പറയാൻ കഴിയുന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ ഈ ജമായത്തിൽ നിന്നും, ഞങ്ങളുടെ ഈ പുല്ലുകുളങ്ങര ജുമാ മസ്ജിദിൽ നിന്നും, ഞങ്ങളുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏത് ചടങ്ങുകൾക്കും അതുപോലെ തന്നെ തിരിച്ചും പരസ്പര സഹകരണത്തോടും സഹവർത്തിത്തോടുമാണ് ഞങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. ഇപ്പോൾ തന്നെ ശരണഘോഷയാത്ര ഇവിടെ എത്തുമ്പോൾ ഇവിടെ സ്വീകരിക്കുന്നത് അവർക്ക് ലഘുഭക്ഷണം നൽകിയും വെള്ളം നൽകിയും ഒക്കെയാണ് സഹകരിക്കുക. അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് ഉരുളിച്ചു വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും മതത്തിൻ്റെ പേരിലും വർഗീയമായും ഒക്കെ തമ്മിലടിക്കുന്ന ഒരു വിഭാഗത്തെ ചില ചിന്താശക്തികൾ ഹിന്ദുവിൻ്റെ പേരിലും മുസ്ലിമിൻ്റെ പേരിലും ഒക്കെ ചേരിതിരിഞ്ഞ് മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ കഴിയുന്നതെന്ന്. ഞങ്ങൾ പരസ്പരം ഒരു വീട് പോലെ ഏകോദര സഹോദരങ്ങളെ പോലെയാണ് കഴിയുന്നത്. പുല്ലുകുളങ്ങര ദേവസ്ഥയെ സംബന്ധിച്ചിടത്തോളം, ഈ പുല്ലുകുളങ്ങര ജുമാ മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 ആരാധനാലയങ്ങളും ഞങ്ങൾ ഹിന്ദുവും മുസൽമാനും എല്ലാം ഒരേപോലെ കാണുകയാണ്. തീർച്ചയായും ഈ സാഹോദര്യം ഈ നാട് മുഴുവൻ പരക്കട്ടെ, ഈ സന്ദേശം മുഴുവൻ പരക്കട്ടെ എന്നാണ് ദേവസ്വത്തിൻ്റെ പേരിൽ, പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പേരിലും ഞങ്ങൾ ആശംസിക്കുന്നത്. ഇന്നലെ തുടങ്ങിയതല്ല, ഞങ്ങളൊരു പ്രചരണമായിട്ടില്ല. ഞങ്ങൾ ഇതിൻ്റെ കാലങ്ങളായി, ഞങ്ങളുടെ പൂർവികർ പോലും ഇവിടെ കഴിഞ്ഞതാണ്. ഒരിക്കൽ പോലും ഒരു അസഹിഷ്ണുതമായ ഒരു വിഷയം ഇവിടെ ഉണ്ടായിട്ടില്ല. നാളുകളിലും അങ്ങനെ ആയിരിക്കും. ഞങ്ങളുടെ അടുത്ത തലമുറയും ഇത് തീർച്ചയായും ഇത് തന്നെ കണ്ടുവളരുമെന്നാണ് ശ്രീധർമ്മശാസ്താവിൻ്റെയും ഇവിടെ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ പേരിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. എല്ലാവരും ഇത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. കീരിക്കാട് തെക്ക് മുഴുങ്ങോടിക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ശരണഘോഷയാത്ര പുല്ലുകുളങ്ങര ജുമാ മസ്ജിദിന് മുന്നിൽ എത്തിയപ്പോഴാണ് മസ്ജിദ് കമ്മിറ്റി ലഘുഭക്ഷണം നൽകി സ്വീകരിച്ചത്. ജുമാ മസ്ജിദ് ഭാരവാഹികളും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും നേതൃത്വം നൽകി. നടക്കുന്ന ഈ മതസൗഹാർദ്ദത്തിനു വേണ്ടി അതിൻ്റെ എല്ലാ നിലയിലും ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. എല്ലാ മതസ്ഥരെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ട പ്രാധാന്യങ്ങൾ നൽകുകയും അത് നിലനിർത്തിപ്പോകുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. ആ രീതിയിൽ ഈ നാടിൻ്റെ ഒരു സാഹോദര്യം സ്നേഹവുമൊക്കെ വിളിച്ചോതുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, അഥവാ ഒരു ചെറിയ സഹായം എന്ന നിലയിൽ പുല്ലുകുളങ്ങര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും അതുപോലെ മഹല്ല ഭാരവാഹികൾ എല്ലാവരും കൂടി ഒരുക്കുന്ന ഈ സ്വീകരണം അത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. അത് മാതൃക ആക്കേണ്ടതുമാണ്. അങ്ങനെ ആ മാതൃകാപരമായിട്ട് മുന്നോട്ട് പോകുവാൻ ഇനിയും തുടർന്നും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. CD Net ന്യൂസ്, കായംകുളം.